അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത് ഐസോമെർസത്തിനെ പറ്റിയാണ്. എന്താണ് ഐസോമെർസം എന്നൊക്കെ പറയുന്നതിന് മുന്നേ നിങ്ങൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ രണ്ട് കോമ്പൗണ്ടിൽ കണ്ടോ, ഈ 1ഉം 4ഉം, ഇവർക്ക് രണ്ടുപേർക്കും തമ്മിൽ എന്തോ ഒരു പ്രത്യേകതയുണ്ട്. നിങ്ങൾ ആദ്യം വീഡിയോ പോസ് ചെയ്തിട്ട് ഇവരുടെ പ്രത്യേകത എന്താണെന്ന് കണ്ടുപിടിച്ചു നോക്കേ. എന്തായിരിക്കും ഇവിടുത്തെ പ്രത്യേകത? നിങ്ങളിപ്പോൾ മേ ബി പറഞ്ഞ ഉത്തരങ്ങൾ ഇതായിരിക്കാം. ഇവരുടെ ഫങ്ഷണൽ ഗ്രൂപ്പ് ഇവിടുത്തെ ഫങ്ഷണൽ ഗ്രൂപ്പ് ഹാലോ ഗ്രൂപ്പാണ് അല്ലെങ്കിൽ CL ആണ്. ഇവിടുത്തെ ഫങ്ഷണൽ ഗ്രൂപ്പ് ഹാലോ ഗ്രൂപ്പ് അല്ലെങ്കിൽ CL ആണ്. മേ ബി നിങ്ങൾ അതായിരിക്കും പറഞ്ഞിരിക്കുക. പക്ഷേ കുറച്ചുകൂടെ ഒബ്സർവ് ചെയ്യുന്ന കുട്ടികൾക്ക് ഞാനൊന്ന് നോക്കേ, ഞാനിതിൻ്റെ കെമിക്കൽ ഫോമുല എന്ന് എഴുതി നോക്കട്ടെ. നിങ്ങൾ പറഞ്ഞ കറക്റ്റാണ് കേട്ടോ. ഞാനൊന്ന് കെമിക്കൽ ഫോമുല എന്ന് എഴുതി നോക്കട്ടെ. 1 2 3 അല്ലേ, C3 H എത്ര വരും? 3 3 6 1 7 H7Cl. ഇതിൻ്റെ കെമിക്കൽ ഫോമുലയോ 1 2 3 C3 H7Cl. എന്താണ് നിങ്ങൾക്ക് കാണാൻ പറ്റിയ പ്രത്യേകത? യെസ്, ഇവരുടെ രണ്ടുപേരുടെയും മോളിക്കുലാർ ഫോമുല എന്താണ്? സെയിം ആണ്. അതിനർത്ഥം ഇവർ രണ്ടുപേരും സെയിം ആണോ? നമുക്ക് നോക്കാം. ഇവൻ്റെ പേരെന്താ? മെത്ത് എത്ത് പ്രൊപ്പ് അല്ലേ. രണ്ടാമത്തെ കാർബണിൽ Cl ബ്രാഞ്ച് വന്നു. അപ്പോൾ ഇവൻ്റെ പേരെന്താ വരിക? 2 ക്ലോറോ പ്രൊപ്പെയിൻ. എൻ്റെ പേരെന്താ? 2 ക്ലോറോ പ്രൊപ്പെയിൻ. ഇവൻ്റെ പേരെന്താ? മെത്ത് എത്ത് പ്രൊപ്പ്. ഒന്നാമത്തെ കാർബണിൽ ബ്രാഞ്ച് വന്നു. എന്താ അവൻ്റെ പേര്? 1 ക്ലോറോ പ്രൊപ്പെയിൻ. സോ നിങ്ങൾ പറ, ഈ രണ്ട് കോമ്പൗണ്ടുകൾ സെയിം ആണോ? അല്ല. എന്താ വ്യത്യാസം? ഇയാളുടെ പേര് 2 ക്ലോറോ പ്രൊപ്പെയിൻ എന്നാ, ഇവൻ്റെ പേര് 1 ക്ലോറോ പ്രൊപ്പെയിൻ എന്നാ. പേര് വ്യത്യാസം വന്നു കഴിഞ്ഞാൽ കോമ്പൗണ്ടുകൾ വ്യത്യാസമായിരിക്കും. ആ കോമ്പൗണ്ടിൻ്റെ സ്വഭാവം, അതിൻ്റെ റിയാക്ടിവിറ്റി എല്ലാം വ്യത്യാസമായിരിക്കും. സോ ഇവർക്ക് പക്ഷേ രണ്ടുപേർക്ക് സെയിം മോളിക്കുലാർ ഫോമുല ആണല്ലോ, രണ്ടുപേരുടെയും ഫങ്ഷണൽ ഗ്രൂപ്പ് Cl തന്നെയാണല്ലോ. പിന്നെ എന്താ വ്യത്യാസം? യെസ്, എന്താ ഇവിടെ വ്യത്യാസമായിരിക്കും? ഇവരിയ്ക്കുന്ന കാർബണിൻ്റെ പൊസിഷനാണ് വ്യത്യാസം. അപ്പോൾ ഇങ്ങനെയുള്ള മോളിക്കുലാർ ഫോമുല സെയിം ആയിരിക്കെ ഇതിൻ്റെ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഡിഫറെൻ്റ് ആയിരിക്കുന്ന കോമ്പൗണ്ടുകളെ വിളിക്കുന്ന പേരാണ് ഐസോമേഴ്സ്. ഒന്നുകൂടെ പറയാം, മോളിക്കുലാർ ഫോമുല സെയിം ആയിരിക്കും, ബട്ട് ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ്. വാട്ട് ഡു മീൻ ബൈ ഫിസിക്കൽ പ്രോപ്പർട്ടീസ്? കാണാൻ ഒരേപോലെ ആയിരിക്കില്ല, ഇവരുടെ സൈസ് ഒരേപോലെ ആയിരിക്കില്ല, ഇവരുടെ ഫങ്ഷൻസ് ഒരേപോലെ ആയിരിക്കില്ല, ഇവരുടെ ബോയിലിംഗ് പോയിന്റ് ഒരേപോലെ ആയിരിക്കും. ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറയുമ്പോൾ ഇതൊക്കെയാണ്. അതിൻ്റെ മാസ്, അതിൻ്റെ ലെങ്ത്, നീളം, അതിൻ്റെ ബോയിലിംഗ് പോയിന്റ്, ഇതൊക്കെയാണ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ്. ഇവർ കാണാൻ ഒരേപോലെ ആണോ ഇരിക്കുന്നത്? അല്ല, നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി പറയണം കേട്ടോ, അങ്ങനെയൊന്നുമല്ല ഫിസിക്കൽ പ്രോപ്പർട്ടീസ് നോക്കണ്ടേ. ഓക്കെ, അപ്പോൾ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഡിഫറെൻ്റ് ആണ്. ഇവരുടെ പേര് ഡിഫറെൻ്റ് ആയതിനെ കൊണ്ട് തന്നെ ഇവർ റിയാക്ട് ചെയ്യുന്ന കെമിക്കൽ പ്രോപ്പർട്ടീസ് എന്തായിരിക്കും? ഡിഫറെൻ്റ് ആയിരിക്കും. ഇവരുടെ മോളിക്കുലാർ ഫോമുല സെയിം ആണ്, ബട്ട് ഡിഫറെൻറ്റ് ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ്. ഇങ്ങനെയുള്ള കോമ്പൗണ്ടുകളെ വിളിക്കുന്ന പേരാണ് ഐസോമേഴ്സ്. എന്ത് വിളിക്കും? ഐസോമേഴ്സ്. സോ വാട്ട് ഡു മീൻ ബൈ ഐസോമേഴ്സ്? ഐസോമേഴ്സ് ആർ ദ കോമ്പൗണ്ട്സ് വിച്ച് ഹാവ് സെയിം മോളിക്കുലാർ ഫോമുല ബട്ട് ഡിഫറെൻറ്റ് ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ്. ഒരേ മോളിക്കുലാർ ഫോമുല ആയിരിക്കും, ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് എന്തായിരിക്കും? ഡിഫറെൻ്റ് ആയിരിക്കും. നോക്ക്, കോമ്പൗണ്ട്സ് ഹാവിങ് സെയിം മോളിക്കുലാർ ഫോമുല ബട്ട് ഡിഫറെൻറ്റ് chemical and physical properties are called isomers. Different physical and chemical properties are called isomers. This phenomenon is called isomerism. ഇങ്ങനെ isomers ഉണ്ടാവുന്ന ഫിനോമിനയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഐസോമെറിസം എന്ന് വിളിക്കുക. ഐസോമേഴ്സ് ഉണ്ടാവുന്ന ഫിനോമിനയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഐസോമെറിസം എന്ന് വിളിക്കുക. ഓക്കെ, ക്ലിയർ ആണോ? സോ ഐസോമേഴ്സിൻ്റെ ഡെഫിനേഷൻ പഠിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കുന്ന കാര്യമാണ് ഐസോമേഴ്സിൻ്റെ ഡെഫിനേഷൻ. സോ കോമ്പൗണ്ട്സ് ഹാവിങ് സെയിം മോളിക്കുലാർ ഫോമുല ആൻഡ് ഡിഫറെൻറ്റ് കെമിക്കൽ ആൻഡ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആർ കോൾഡ് ഐസോമേഴ്സ്. ദിസ് ഫിനോമിനൻ ഈസ് നോൺ ആസ് ഐസോമെറിസം. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ.